എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഫുളൈൽ ഇബ്നു അയാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അല്ലാഹുവേ, ആരാണ് ഫുളൈൽ ഇബ്നു അയാൽ എന്നറിയോ? റളിയല്ലാഹു അൻഹു എന്ന സ്ഥാനപ്പേര് കടന്നു വരുന്നതിന് മുമ്പ് ഫുളൈൽ ഇബ്നു അയാൽ എന്ന് പറയുന്ന മനുഷ്യൻ ആരെന്നറിയോ? വടികൾ നടന്നു പോയാൽ ആ മനുഷ്യനെ ആക്രമിക്കുന്ന, കള്ളിനും കഞ്ചാവിനും പെണ്ണിനും അടിമയായിരുന്ന ഫുളൈൽ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു. അല്ലാഹുവേ, ഒരു പെണ്ണിനെ, സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടു. ആ പെണ്ണില്ലാതെ ജീവിക്കാൻ കഴിയൂല. എല്ലാ ദിവസവും ഒരു പെണ്ണുമായി ജീവിതത്തിൽ ജീവിത നർമ്മരസങ്ങൾ പങ്കിടാ ഒരു പെണ്ണാവശ്യമുള്ള മനുഷ്യനാ. ഒരു ദിവസം ഒരു പെണ്ണിന്റെ പുറകെ പോവുകയാ. ആ പെണ്ണിന്റെ വീടിന്റെ മുന്നിലെത്തിയപ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നൊരാള് പരിശുദ്ധമായ ഖുർആന് പാരായണം ചെയ്യുകയാ. അലം യഅനിൽ ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഇങ്ങനെ ഖൽബിലേക്ക് കിട്ടിയപ്പോ, പടച്ചവനെ, എനിക്കിന്ന് പെണ്ണ് വേണ്ട, എനിക്കിന്ന് കള്ള് വേണ്ട, എനിക്കിന്ന് കഞ്ചാവ് വേണ്ട, എനിക്കിന്ന് ദുനിയാവ് വേണ്ടെന്ന് പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ രജതപാതയിലേക്ക് കടന്നു വന്നെങ്കിൽ എന്തുകൊണ്ട് ഏണിയാടിക്കാര് നമുക്ക് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാൻ പറ്റുന്നില്ല? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല? നമുക്ക് ഹൃദയാന്തരങ്ങളിൽ മാറ്റമില്ല, നമസ്കാരത്തിന് കുറവില്ല, പള്ളികൾക്ക് കുറവില്ല. ഇന്ന് തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളൊന്ന് സഞ്ചരിച്ച എത്രയോ സ്ഥലങ്ങളിലാണ് മതപ്രഭാഷണങ്ങൾ നടക്കുക, എത്രയോ സദസ്സുകളാണ് കേരളത്തിൽ നടക്കുക, സ്ഥലങ്ങളിൽ ലൈവാണ് പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രഭാഷണങ്ങൾക്ക് കുറവില്ല, പ്രഭാഷകന്മാർക്ക് കുറവില്ല, മക്ബറകൾക്ക് കുറവില്ല, പള്ളികൾക്ക് കുറവില്ല. പക്ഷേ നമ്മുടെ ഹൃദയാന്തരങ്ങൾക്ക് മാറ്റമില്ല, നമ്മുടെ ഹൃദയാന്തരങ്ങൾക്ക് മാറ്റമില്ല. അതെന്തുകൊണ്ടെന്നറിയോ? അല്ലാഹുവിനെ ഭയമില്ലാത്തത് കൊണ്ടാ, അല്ലാഹുവിനെ ഭയമില്ലാത്തത് കൊണ്ടാ, നമുക്ക് മരണചിന്ത ഇല്ലാത്തത് കൊണ്ടാ. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും സിഗരറ്റ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈറ്ററിന്റെ തീയില്ലേ, അടുപ്പിന്റെ തീയില്ലേ, ആ തീയല്ല ഉസ്താദേ, അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. എന്നാലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹർറാ. നരകത്തിന്റെ ചൂടെന്ന് പറഞ്ഞാൽ അത് കടുപ്പമാണ്, അത് വല്ലാത്ത തീവ്രതയാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ടാണ് കൊല്ലം ജില്ലയുടെ തഴവ കുറ്റിപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ തഴവ ഉസ്താദ് പാടിവെച്ചത്, നരകത്തിലുണ്ട് ആഴമേറിയ കുണ്ടുകൾ, വിഷമൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ, വർഷം 1000 എത്തിയെന്നാൽ തന്നെ അത് കുത്തിയാൽ മാറാത്ത വേദന പൊന്നേ. അല്ലാഹുവേ, പടച്ചവനെ, നരകത്തിന്റെ അദാബുകളെ പറ്റി അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസ് എടുത്തു വെച്ചുകൊണ്ട് അല്ലാഹുവേ, മഹാനായ തഴവ ഉസ്താദ് പറയുകയാ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, ആ നരകത്തെ പറ്റി നമുക്ക് ഭയപ്പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബാ യാ അയ്യുഹല്ലദീന ആമനൂ ഖു അൻഫുസകും വഅഹ്ലീകും അന്നാറാ വഖൂദുഹ അന്നാസു വൽ ഹിജാറാ. അല്ലാഹുവേ, നാളെ നരകത്തിൽ കത്തിക്കപ്പെടുക പാറക്കല്ലുകളെയും മനുഷ്യരെയുമാണെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നരകത്തിൽ വിറക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന, തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന വിറക് മനുഷ്യനും പാറകളുമാണ്. അള്ളാഹു നമുക്ക് ബോധം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കൽബിൽ മാറ്റമില്ല വാപ്പ. എന്തേ കാരണം? നമ്മുടെ ചിന്ത നമ്മളെപ്പോഴും ദുനിയാവിൽ ജീവിക്കുമെന്നാണ്, ഇല്ലേ? നമുക്ക് ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടോ? മരിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞതല്ല, ഇവിടുത്തെ ഉസ്താദന്മാര് പറഞ്ഞു, നബിതങ്ങൾ പറഞ്ഞു, യക്റുഹു ഇബ്നു ആദം. ആദം സന്തതികൾക്ക് 2 കാര്യം വെറുപ്പാണ്. ഏതാ കാര്യം? ഏതാ കാര്യം? നമ്മളോട് ചോദിച്ചപ്പോ നമുക്ക് വെറുപ്പുള്ള കാര്യം എന്താ? ഒന്ന് പിരിവും, മറ്റൊന്ന് സമയം കളയലും, ഇല്ലേ? നമുക്ക് വലിയ വെറുപ്പാണ്. 2 കാര്യം മനുഷ്യന് വെറുപ്പാണ്. ഒന്ന് അൽ മൗത്ത്, മരണം നമുക്ക് ഇഷ്ടമല്ല, ഇല്ലേ? ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ എന്നൊക്കെ നെഞ്ചുവൻ വരികയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാപ്പാക്ക് നെഞ്ചുവൻ വരികയാണ്, തളർന്നു വീണു, താങ്ങിക്കൂട്ടി എടുത്ത് ആശുപത്രി കൊണ്ടുവച്ചു. ഇപ്പൊ ഡോക്ടർ പറഞ്ഞു ബ്ലോക്ക് ഉണ്ട്, പ്രശ്നമാണ്, 5 ലക്ഷം രൂപ ഇപ്പൊ കെട്ടിവെച്ചാൽ വാപ്പ രക്ഷിക്കാം.
ഇരിക്കുന്ന എത്ര വാപ്പമാര് പറയടാ എനിക്ക് വയസ്സ് 60ആയി, ഇനി നീ പൈസയൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, പോകുന്നവരെ പോട്ടറ എന്ന് നമ്മൾ പറയോ? എടാ വീട് വിറ്റിട്ടാലും വേണ്ടല്ലോ കൊണ്ട് കുറ എന്ന് നമ്മൾ പറയില്ലേ? ഇല്ലേ? എടാ കിടക്കാടം വിറ്റിട്ടാലും വേണ്ടൂല, 5 അല്ല 10 കൊടുക്കാൻ നമ്മൾ തയ്യാറാ. ഏതെങ്കിലും വാപ്പ പറയും എടാ എനിക്ക് 60 വയസ്സായി, ഇനി ജീവിച്ച വലിയ കാര്യമൊന്നുമില്ലപ്പാ, ഈ ഒരു കാര്യം ചെയ്യും, ആ പൈസ നിന്റെ ഇരിക്കട്ടെ, എനിക്ക് വേണ്ടി നീ ചെലവാക്കണ്ട, ഞാൻ മരിക്കണമെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് അവാർഡ് കൊടുക്കണം. പറയൂല? പറയൂല. എടാ കിടക്കാടം വെച്ചിട്ടാലും കൊണ്ടുകൂടെ 5 ചോദിച്ചുള്ളൂ, 10 കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം എന്താ? മരിക്കാൻ നമുക്ക് ഇഷ്ടമില്ല, ആ മരിക്കുമെന്നുള്ള ചിന്ത നമുക്കില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മഹാനായ ശിബിലി ഇമാം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു കൊച്ചുകുട്ടി അതായിരുന്നു കരയുകയാ. ഒരു വിശാലമായ മൈതാനത്തില് മഹാനായ ശിബിലി ഇമാം നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, കുട്ടികൾ ഇങ്ങനെ പന്ത് കളിക്കുകയാണ്. ഒരു കുട്ടി മാത്രം മാറിയിരുന്ന് കരയുകയാ. ശിബിലി ഇമാം കുട്ടിയോട് ചോദിച്ചു, മോനെ നീ എന്തിനാ കരയുന്നത്? കൂട്ടുകാര് നിന്നെ കളിപ്പിക്കാത്തതാണോ? കൂട്ടുകാര് നിന്നെ കളിപ്പിക്കാത്തതാണോ? എന്താണ് നിന്റെ പ്രശ്നമെന്ന് പറയൂ. ആ സമയത്ത് മഹാനായ ശിബിലി ഇമാമിനോട് എട്ടും പൊട്ടും തിരിയാത്ത പൊന്നുമോനെ പറയുന്നു, തങ്ങളെ ഇന്ന് പള്ളിയിലെ ഉസ്താദ് ഒരു പരിശുദ്ധമായ ഖുർആന്റെ ആയത്തോതി, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകുമുൻ നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ. നാളെ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെയും കല്ലുകളെയുമാണ് വിറകായി ഉപയോഗിക്കുന്നതെന്ന് അള്ളാന്റെ ഖുർആനിന്റെ ഒരു ആയത്ത് കേൾക്കാനിടയായി. ശിബിലി ഇമാം ചോദിച്ചതിന് നീ എന്തിനാ കരയുന്നത്, നീ എന്തിനാ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചപ്പോ, അല്ലാഹുവേ നമ്മുടെ വീട്ടിലും മക്കളുണ്ട്, നമ്മുടെ വീട്ടിലും പേരക്കിടാങ്ങളുണ്ട്. ശിബിലി ഇമാമിനോട് പറയുന്നു, തങ്ങളെ എന്റെ വീട്ടിലും അടുപ്പ് കത്തിക്കുമ്പോ, അരിയിങ്ങനെ വേവിക്കുമ്പോ, ചോറ് വെക്കുമ്പോ, റൊട്ടി ഉണ്ടാക്കുമ്പോ അടുപ്പിങ്ങനെ കത്തിക്കാറുണ്ട്. വലിയ വലിയ വിറകുകളാണ് അടുപ്പിലേക്ക് കയറ്റി വെക്കുക. ചില ദിവസങ്ങളില് അടുപ്പ് കത്താതെ വരുമ്പോ ചെറിയ ചെറിയ ചീളുകൾ അതിലേക്ക് കയറ്റി വെക്കാറുണ്ട്. ചെറിയ വിറക് കൊള്ളികൾ കത്തിപ്പിടിക്കാൻ വേണ്ടി എടുത്തു വെക്കാറുണ്ട്. തങ്ങളെ നാളെ നരകത്തിലെ മനുഷ്യനെ മുഴുവനും കൊന്നൊടുക്കുമ്പോ, കത്തിയാളുന്ന നരകത്തിലേക്ക് മനുഷ്യനെ കത്തിക്കപ്പെടുമ്പോ, അള്ളാന്റെ നരകത്തിലെങ്ങാനും തീ കത്താതെ വന്ന ചെറിയ ചെറിയ മക്കളെ കൊണ്ടുവന്ന് വെക്കൂലേ, ചെറിയ മക്കളെ കൊണ്ടുവന്ന് കത്തിക്കൂലേ? അങ്ങനെയാണെങ്കിൽ അതിലെങ്ങാനും ഞാൻ പെട്ടുപോകുമോ എന്ന് ഭയപ്പെടുമ്പോ എനിക്ക് കരയാതിരിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞെങ്കില് ശിബിലി ഇമാം ഒരുപടി മണ്ണുവാരി തലയിലേക്ക് ഇടുകയാ. എന്നിട്ട് വിളിക്കുന്നു, ഹാദാ യൗമുൻ നദാമ, ഹാദാ യൗമുൻ നദാമ. സങ്കടത്തിന്റെ ദിവസമേ, നൊമ്പരത്തിന്റെ ദിവസമേ, ആപരാധികളുടെ ദിവസമേ, നഷ്ടബോധത്തിന്റെ ദിവസമേ എന്ന് പറഞ്ഞുകൊണ്ട് ചിന്തിക്കുന്നു. അല്ലാഹ്, ഒരു കുഞ്ഞുകുട്ടി പോലും ഇത്രമാത്രം അല്ലാഹുവിന്റെ നരകത്തെ ഭയപ്പെടുന്നെങ്കിൽ അല്ലാഹുവേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെല്ലാം ഇരു കരങ്ങൾ നീട്ടി വാങ്ങിയിട്ട് ഞാൻ എത്രമാത്രം കരയണമല്ലോ. അന്ന് മുതൽ ശിബിലി ഇമാം ചിരിച്ചിട്ടില്ല, അന്ന് മുതൽ ശിബിലി ഇമാം ചിരിക്കാൻ കഴിഞ്ഞിട്ടില്ല.